അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടുണ്ടായി. അപ്പം അന്ന് കുറേ ചോക്ലേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല, അത് പൊട്ടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊന്ന് പൊട്ടിച്ച് എന്തൊക്കെ മിഠായി ഉണ്ടെന്ന് നോക്കിയാലോ. അമ്മയുടെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി മിഠായികളുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം നമുക്കൊന്ന് തിരിച്ച് വയ്ക്കാം, എത്തണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ വേണം. ലച്ചുവിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കണം, ലച്ചുവിൻ്റെ കുഞ്ഞമ്മക്ക് കൊടുക്കണം, അങ്ങനെ നമുക്ക് നോക്കിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നും നോക്കുകയാണ് കേട്ടോ. അത് എന്ത് മിഠായിയാണ് ഞാൻ കാണിച്ചു തന്നതിൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മിഠായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെറൈറ്റി മിഠായികളുണ്ട്. എനിക്കാണെങ്കിൽ ചോക്ലേറ്റും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ലച്ചുവിനും സേതുവണ്ണുമായിട്ട് കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം ഡിവൈഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. എത്രണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രസമാണല്ലോ. ലച്ചു ആണെങ്കിൽ ബോറടിച്ചിരിക്കുമ്പോൾ ലച്ചുവിനൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ടായി. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കൊണ്ടുപോകണില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ. വീട്ടിലും അമ്മയ്ക്കും അച്ഛനൊന്നും ഇഷ്ടമല്ല മിഠായിയൊന്നും. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. അതാണ്ടാ ഇത്ര ഇത് റോസിൻ്റെ ടേസ്റ്റാണ്. പിന്നെ കാടമം അതിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ്, ഏലക്കായയുടെ. അപ്പോൾ അങ്ങനെ പിന്നെ മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ചിലത് ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലച്ചുവിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയായിട്ടും പാടില്ല. കുറേ നാളായി മിഠായി കഴിച്ചിട്ട് പല്ലുവേദനയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് 2 എണ്ണം കഴിക്കാമെന്നൊക്കെ ഞാനൊരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സേതുവണ്ണ്. ഇത്രയും കാര്യങ്ങൾ മതി എന്ന് സേതുവണ്ണ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലച്ചു ഇത്രയും ചോക്ലേറ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു നമുക്ക് ഹാഫ് എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഒരെണ്ണം തന്നെ ഫുള്ള് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ചോക്ലേറ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയണത്. അപ്പോൾ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലച്ചുവിൻ്റെ റിയാക്ഷൻ നോക്കാം. ലച്ചുവിന് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യം കഴിച്ചത് മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഒരു പേടയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഉള്ളിൽ കണ്ട കുറച്ചൊരു വൈറ്റ് ചോക്ലേറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. പിന്നെ അടുത്തത് എന്താ ലച്ചു കൊടുക്കാൻ വേണ്ടി പോകണം. ചിലത് ഓരോന്നേ ഉള്ളൂ കേട്ടോ. ഓരോ ഇതുള്ളൂ. ഒരെണ്ണം ഒരു പീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ലച്ചു കഴിച്ചിട്ട് നിങ്ങൾ ലച്ചുവിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. ലച്ചുവിന് ഒട്ടും ഇഷ്ടമായില്ല. അതായത് ഏലക്കയുടെ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ. അടുത്തതൊരു പച്ചമാങ്ങയുടെ ഫ്ലേവറാന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിച്ചിട്ട് ലച്ചുവിൻ്റെ എക്സ്പ്രഷൻ നോക്കിയേ. ലച്ചുവിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏലക്കയുടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഏലക്ക ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക.